ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:45. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ അനാലിസിസിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒന്ന് താഴേക്ക്, അതായത് ഗ്യാപ്പ് ഡൗൺ പോയിട്ടാണ് മേളിലേക്ക് കയറിപ്പോയത്. അങ്ങനെ കയറിപ്പോയിട്ട് ഞാൻ ആ പറഞ്ഞ മേളിൽ കാണുന്ന ആ ഒരു റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ട് താഴേക്ക് വരുവാണ്. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു മൂന്നാമത്തെ റെഡ് ക്യാൻഡിലാണ് ഞാൻ എൻ്റെ ട്രേഡ് എടുക്കുന്നത്. ഞാൻ ട്രേഡ് എടുത്തു, അത് പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ലോസും വെച്ചു. സ്റ്റോപ്പ് ലോസ് ഒരു 8 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഒരു 200 റുപ്പീസ് കണക്കാക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 200 EMI ടച്ച് ചെയ്യുന്നുണ്ട്. 200 EMI ടച്ച് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഓപ്ഷൻ ചെയിനൊക്കെ നോക്കിയപ്പോൾ താഴേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങോട്ടാ താഴേക്കാണോ മേളിലേക്കാണോ വരുന്നതെന്ന് നോക്കാം. എന്തായാലും ഇപ്പോൾ പ്രോഫിറ്റിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇന്നലത്തെ അനാലിസിസ് പോലെ തന്നെയൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്. താഴേക്ക് തന്നെ ആയിരിക്കും മിക്കവാറും. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് ചെയ്യാം. പിന്നെ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് കുറച്ച് DKയും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഒരുപാട് OTMലേക്കൊന്നും പോയി എടുക്കേണ്ടി വന്നില്ല. നമുക്ക് ATMൻ്റെ അടുത്ത് നിന്ന് തന്നെ എടുക്കാൻ പറ്റി. പിന്നെ അപ്പോൾ അങ്ങനെ ട്രേഡ് എടുത്തിട്ടുണ്ട്. പ്രോഫിറ്റും കാണുന്നുണ്ട്. നമുക്ക് വലിയ പ്രോഫിറ്റ് ഇന്ന് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തിട്ട് ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനത്തെ ഒരു മാർക്കറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ട്രേഡ് ഞാൻ എക്സിറ്റായി. രണ്ടാമതൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ അവിടെ ഞാൻ എടുത്തു. പക്ഷേ അത് പ്രോഫിറ്റിലാണ്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അവിടുത്തെ എന്തായാലും ഒരു റിവേർട്ട് ബാക്ക് നമുക്ക് കാണാം. അതൊരു റീട്രേസ്മെൻറ്റ് ട്രേഡായിട്ടാണ് ഞാൻ എടുത്തേക്കണത്. മുകളിൽ ചെന്ന് ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. ഓക്കെ, എന്തായാലും താഴെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അതും പ്രോഫിറ്റ് ആവും, നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി മേളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. 200 റുപ്പീസ് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. അത് പ്രോഫിറ്റിലാണ്. നല്ല സ്പൈക്ക് കാണുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 600-700 അടുത്ത് വരികയാണെങ്കിൽ എക്സിറ്റ് ആവാം. സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിലും നന്നായിട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കാം എന്തായാലും. പിന്നെ DK കാണുന്നുണ്ട്. DK ഇന്ന് നടക്കും, കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് എന്തായാലും അത് ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. നോക്കാതെ എന്തായാലും ഒരുപാടൊന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവൽ, ഇപ്പോൾ ഞാൻ വയ്ക്കുന്ന ഈ ലെവൽ വരെ ചിലപ്പോൾ അത് വന്നിട്ട് പിന്നെ മേളിലേക്ക് പോകാനും മതി. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ ഇറങ്ങും, ഇവിടെ എക്സിറ്റ് ആവും. കാരണം അവിടെ നിന്ന് റിവേർട്ട് ബാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയന്ന് തിരിച്ച് കയറും ചിലപ്പോൾ. അപ്പോൾ അതിനു മുമ്പായിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവണം. 291 ഏകദേശം നമ്മളൊരു ടാർഗറ്റ്, കാരണം കഴിഞ്ഞ ട്രേഡ് നമുക്ക് അത്രയും തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ആ ഒരു ടാർഗറ്റിൽ നമുക്ക് ഇറങ്ങാം. നോക്കട്ടെ. അവിടെ ഇറങ്ങിയില്ലെങ്കിൽ അത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. കാരണം ഇന്ന് മിക്കവാറും ആ ഒരു ലെവലിൽ തന്നെ കിടന്ന് കളിക്കാനാണ് സാധ്യത. നമ്മുടെ ആ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചേക്കുന്ന ഏകദേശം അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് ഓരോ ലോവർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലോവർ ലോസും ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആ ഒരു കറക്റ്റ് ട്രെൻഡ് ലൈൻ വെച്ചിട്ട് തന്നെയാണ്. നോക്കത് എവിടെ എക്സിറ്റ് ആവാനായിട്ട് കുറച്ചും കൂടി ഒന്ന് കയറുമായിരുന്നെങ്കിൽ എക്സിറ്റ് ആവാമായിരുന്നു. കുറച്ചും കൂടി കയറുകയാണെങ്കിലേ എക്സിറ്റായിട്ട് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം.
ഇന്നിപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റികളേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 295 രൂപ പ്രോഫിറ്റിൽ എക്സിറ്റായി. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി അവിടെ നിന്ന് അത് മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ളതും കൂടെ ഇല്ലാതാവും. കാരണം അവിടെ പിന്നെ കുറച്ച് നേരം കൂടി നിൽക്കുന്നുണ്ട്. അവിടെ കുറച്ച് സൈഡ് വേസ് കളിച്ചിട്ടാൽ പിന്നെ ഇനിയിപ്പോൾ താഴേക്ക് മേലേക്കോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. അടുത്തൊരു ട്രേഡും കൂടി എടുത്തു. ഓപ്പർച്യൂണിറ്റി കണ്ടു. ഞാൻ ആ വരച്ച ബ്ലൂ ലൈനിൽ നിന്ന് താഴെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ട്രേഡും കൂടി എടുത്തായിരുന്നു. പക്ഷെ അത് വീണ്ടും റിട്ടേൺ പോയിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് 200 റുപ്പീസ് നമുക്ക് ലോസായി. പിന്നെ ഇനിയിപ്പോൾ നോക്കാം. ഇന്നിപ്പോൾ എക്സ്പയറി ഡേ അല്ലേ, അപ്പോൾ ഒരു 0 ഹീറോയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ 0 ഹീറോ വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 4 ട്രേഡ് എടുത്തു. ഞാനെടുത്ത ട്രേഡുകളുടെ ഹിസ്റ്ററിയാണ് ഈ കാണുന്നത്. ഒന്ന് 24,600 എടുത്തു, അത് പ്രോഫിറ്റ് അടിച്ചു 291 രൂപ. രണ്ടാമത് ട്രേഡ് എടുത്ത് 24,550, അതും 295. അപ്പോൾ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടി. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഒന്നുകൂടി എടുത്തു. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു 200 രൂപയുടെ അടുത്ത്, 198 റുപ്പീസ്. അതേപോലെ തന്നെ അടുത്തൊരു ട്രേഡും കൂടി എടുത്തു. അടുത്തൊരു ട്രേഡും കൂടി ഞാൻ ലാസ്റ്റ് 3 മണി ആയപ്പോൾ ഒരു 0 ഹീറോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. 0 ഹീറോ ട്രൈ ചെയ്ത് നോക്കി. അവസാനം കിട്ടിയ ലോട്ടറി എന്നുള്ള രീതിയിലെടുത്താണ് അതെടുത്ത്. അതും ലോസിൽ പോയി. അത് അങ്ങനെ പോയി. അപ്പോൾ അതൊരു 200 റുപ്പീസ് അതും സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ അങ്ങനെ ബാലൻസ് 187 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് 4 ട്രേഡ് എടുത്ത സ്ഥിതിക്ക് ബ്രോക്കറേജ് ടാക്സൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. ചില്ലറ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ മാർക്കറ്റ് അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കാൻ പറ്റിയ സെറ്റപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയത്. 291, 295. പക്ഷേ നമ്മൾ ഇറക്കിയ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ അത് വലിയ പ്രോഫിറ്റ് തന്നെയാണ്. കാരണം ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് എടുത്തതിൻ്റെ പ്രോഫിറ്റ് പറഞ്ഞാൽ 291 രൂപയാണ്. ഞാൻ അതിൻ്റെ പൊസിഷൻ ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം. ഞാൻ എടുത്തത് 24 രൂപ പ്രീമിയമുള്ള സ്ട്രൈക്ക് പ്രൈസ് എടുത്തപ്പോൾ 612 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ നിന്ന് എനിക്കൊരു 36 രൂപ വന്നപ്പോൾ ഞാൻ എക്സിറ്റായി. അപ്പോൾ നോക്കി ഏകദേശം 300 റുപ്പീസ്, 50% എനിക്ക് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കിയ ക്യാപിറ്റലിൻ്റെ 50% എന്ന് പറയുമ്പോൾ അത് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് തന്നെയാണ്. അതുപോലെ രണ്ടാമത്തെ ട്രേഡും ഏകദേശം അങ്ങനെ തന്നെ. രണ്ടാമത്തെ ട്രേഡിൻ്റെ ഓപ്ഷൻ പൊസിഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഉണ്ടാകും. എനിക്കതിൽ കൂടുതൽ കിട്ടി. 563 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 853 രൂപ കിട്ടി. അപ്പോൾ ഏകദേശം അതിൻ്റെ പകുതിയിൽ കൂടുതൽ എനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ 2 ട്രേഡ് ചെയ്യുന്ന കൂടി 100% എനിക്ക് കിട്ടി. പിന്നെ പോയതെന്ന് പറയാനാണെങ്കിൽ മൂന്നാമത് എടുത്ത ട്രേഡിൻ്റെ പൊസിഷൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 612, പിന്നെ ഇത്രയാണ് എനിക്ക് ലോസ് വന്നത്. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ എടുത്തതാണ്. ഓപ്പർച്യൂണിറ്റി കണ്ട് മീൻസ് ഞാൻ താഴേക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്തു. എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 0 ഹീറോ കൂടി ട്രേഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണിത്. ആ പൊസിഷൻ ഡീറ്റെയിൽ കൂടി കാണിച്ചു തരാം. കാരണം ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ 95 പൈസയ്ക്കാണ് 250 ക്വാണ്ടിറ്റി എടുത്തു. അതെങ്ങാനും മേളിൽ പോയിരുന്നെങ്കിൽ ഒരു 10 രൂപ കയറിയാൽ മതിയായിരുന്നു അല്ലേ. ഇപ്പോൾ ഒരു 10 രൂപയെങ്കിലും കയറിയായിരുന്നെങ്കിൽ 10 രൂപ വരെ വന്നാൽ മതിയായിരുന്നു. 10 രൂപ വരെ വരുമ്പോൾ തന്നെ ഒരു 2500 കിട്ടിയില്ലേ. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് 0 ഹീറോ എടുത്തത്. പക്ഷേ അത് 15 പൈസയായി പോയി. അവസാനം അത് എക്സിറ്റായി. ഞാൻ പിന്നെ കറക്റ്റ് 200 രൂപ അതിൽ നിന്ന് എക്സിറ്റായത്. ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല.
മാനുവൽ എക്സിറ്റായിരുന്നു. ബാക്കി 3ലും സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ച് 2 പ്രോഫിറ്റ് അടിച്ച് പിന്നെ ഒരെണ്ണം മാനുവലായിട്ട് അടിച്ച് അങ്ങനെ അതിൽ നിന്ന് എക്സിറ്റായി. പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കണ്ടില്ലേ, ഞാൻ ഇന്നലെ ഇന്നലത്തെ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ അനാലിസിസും കൂടി പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഈ കറക്റ്റ് ഈ ട്രെൻഡ് ലൈനൊക്കെ വരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇത് ഇവിടെ വരെ വന്നിട്ടുണ്ടായുള്ളൂ. അതായത് ഇന്ന് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിൻ്റെ അവിടെ വരെ ഞാൻ വരച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് അപ്പാണെങ്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഈ 24,670 ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തിട്ട് താഴേക്ക് പോരുന്നു. താഴേക്ക് പോരുമ്പോൾ ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താഴേക്ക് പോകുന്നപ്പോൾ തന്നെ ട്രേഡ് എടുത്തു. ഇവിടെ വെച്ചിട്ട് 24,647 അവിടെ വെച്ചിട്ട് ഞാൻ എടുത്തു. ഏകദേശം ഈ ഒരു പോയിൻ്റ് വരെ വന്ന് അവിടെ നിന്ന് ഞാൻ എക്സിറ്റായി. പിന്നെ വീണ്ടും കാത്തിരുന്നപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും എനിക്കൊരു ട്രേഡ് കിട്ടി. ഞാൻ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഞാൻ വീണ്ടും എടുത്തു. ഇവിടുന്ന് വീണ്ടും എടുത്ത് ഇവിടെ വന്ന് എനിക്ക് പ്രോഫിറ്റ് ഇട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടെ ഞാൻ ഈ ഭാഗത്ത് കണ്ടപ്പോഴാണ് ഇവിടെ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് ഭയങ്കര ഫോള് കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടെ വന്നിട്ട് വീണ്ടും മേളിൽ പോയി അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ട്രേഡ് എടുത്തത് ഏകദേശം 3 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് 2:45 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തത് ഏകദേശം. പക്ഷേ അത് ഇവിടെ വരെ വന്നിട്ട് വീണ്ടും മേളിലേക്ക് തന്നെ പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി. അതാണ് ഇന്നത്തെ ട്രേഡിൽ സംഭവിച്ചത്. കണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആ ട്രെൻഡ് ലൈൻ നോക്കിയിട്ടാണ് ഇന്ന് ഇറങ്ങി പോന്നേക്കുന്നത്. നമ്മളുടെ ഇന്നലെ നമ്മൾ നോക്കിയ അനാലിസിസ് കറക്റ്റായിരുന്നു. താഴേക്ക് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ അത് ഇവിടെ വന്ന് ടച്ചായി നിൽപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണെന്നുള്ളത് നോക്കി കാണണം. ഇവിടെ കണ്ട ഈ 24,530 സപ്പോർട്ട് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡ് തന്നെ നടക്കണേ. നല്ലൊരു മൂവ്മെൻ്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഒരു സെല്ലേഴ്സ് മാർക്കറ്റായിട്ട് എനിക്ക് തോന്നണം. നമുക്ക് ബയേഴ്സിന് ഭയങ്കര പ്രശ്നമാണ്. നല്ല DK ഉണ്ടായിരുന്നു, DK നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ എക്സ്പയറി ഡേ ആയതുകൊണ്ട് OTM ഒന്നും പോകേണ്ടിയൊന്നുമില്ല. പിന്നെ ATMൻ്റെ അടുത്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രോഫിറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ 2ാമത്തെ ട്രേഡ് എടുത്തപ്പോഴേക്കൊരു 600 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 3ാമത് എടുത്തപ്പോഴാണ് പിന്നെ അങ്ങനെയാണ് ഇതിൽ പോയത്, ലോസ് പോയത്. ഓക്കെ, പിന്നെ അപ്പോൾ അതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളത്തെ പറയുകയാണെങ്കിൽ, നാളത്തെ അനാലിസിസ് പറയുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും. ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട്, അതായത് ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 24,427 വന്ന് ടച്ച് ചെയ്തിട്ട്, കാരണം ഇവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഈ ഒരു ഏരിയ നല്ല ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് താഴെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം വരെ പ്രതീക്ഷിക്കാം. അതായത് 24,350 വരെ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് സപ്പോർട്ട് 24,427 രണ്ടാമത്തെ സപ്പോർട്ട് 24,350 സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു മേളത്തെ റെസിസ്റ്റൻസ് അതൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് മേളിലേക്കാണെങ്കിൽ, പിന്നെ ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്കിത് കണ്ടറിയണം. ഇപ്പോൾ ഈ ഒരു 24,586 ഈ 24,586 പിന്നെ ഈ ഒരു 24,532 എൻ്റെ ഇടയിൽ അത് ക്രോസ് ചെയ്ത് വന്നാൽ മാത്രമേ അവിടെ ട്രേഡിനൊരു ഓപ്ഷൻ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ്. നാളത്തേക്കുള്ള അനാലിസിസ് അതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു നാളത്തെ ട്രേഡിംഗ് സെഷനിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.